രാവിലെ എഴുന്നേറ്റ് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള പൂരി നിർമ്മാണത്തിൽ ഭാര്യയോടൊപ്പമാണ്. പൂരി നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയെടുത്ത് പാത്രത്തിൽ വയ്ക്കുന്ന സമയത്ത് കാണുന്ന പലരും കരുതുണ്ടാവും ഇത് ഞാൻ തന്നെ രാവിലെ എഴുന്നേറ്റ് മാവൊക്കെ കുഴച്ച് പരത്തിയെടുത്ത് ഭംഗിയായിട്ട് പൂരി ഉണ്ടാക്കിയെടുക്കുന്നതാണെന്ന്. പക്ഷേ നമ്മളുടെ പണി ഇതിനെ വറുത്തെടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതിൻ്റെ പുറകിലുള്ള മുഴുവൻ അധ്വാനവും നീതുണ്ട് തന്നെയാണ്. ഞാൻ ഈ പൂരി ഉണ്ടാക്കിയ സമയത്ത് നമ്മളുടെ ഓരോരുത്തരെയും ലൈഫിൽ സംഭവിക്കുന്ന, നമ്മളുടെ ജോലി സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന, നമ്മൾ ഇടപഴകുന്ന ഒട്ടുമിക്ക മേഖലകളിലും സംഭവിക്കുന്ന ചില കാര്യങ്ങളെ ഈ പൂരി നിർമ്മാണമായിട്ട് നിന്ന് താരതമ്യം ചെയ്ത് നോക്കി. അത് ജോലിയായാലും രാഷ്ട്രീയമായാലും പൊതുപ്രവർത്തനമായാലും മറ്റെന്തെങ്കിലും കാര്യങ്ങളായാലും എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താനും അതിനുവേണ്ടി അധ്വാനിക്കാനും നിൽക്കുന്ന ആളുകളെ പലപ്പോഴും ലൈംലൈറ്റിൽ വരാറില്ല. എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് അവസാനം വന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്നത് ആ ഫൈനൽ ടച്ച് ചെയ്യുന്ന ഒരാളായിരിക്കും. ഈ ഒരു പൂരി നിർമ്മാണത്തിൽ പൂരി ഭംഗിയായിട്ട് ഉണ്ടാക്കുന്ന എന്നെ മാത്രമാണ് ആളുകൾ കാണുന്നത്. ഈ പൂരി ഇങ്ങനെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് സമയത്തിന് എഴുന്നേറ്റ് മാവ് കുഴച്ച് പരത്തി അത് ആ ഘട്ടം വരെ തയ്യാറാക്കിയ ആളുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊണ്ടുവരുന്ന പല ആളുകളും പലപ്പോഴും അറിയപ്പെടാറില്ല. അറിയപ്പെടുന്നത് മുഴുവൻ അവസാനഘട്ട മിനുക്കുപണി ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളാണ്. രാവിലെ എഴുന്നേറ്റ് പൂരി ഉണ്ടാക്കുന്ന സമയത്ത് മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. ഞാനപ്പോൾ നീതുവിനോട് പറഞ്ഞൊരു വീഡിയോ എടുക്കുക, ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റീൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പ്രിയപ്പെട്ടവൾ തന്നെ എടുത്തുന്ന വീഡിയോ ആണ്. പക്ഷേ അവളെ സംബന്ധിച്ച് ഒരു ഫൈനൽ ടച്ചപ്പിനാണെങ്കിൽ കൂടിയും രാവിലെ ആ സമയത്ത് അവളുടെ ഒപ്പം എഴുന്നേറ്റ് വന്ന് അടുക്കളയിൽ കുശലം പറഞ്ഞ് നിൽക്കുന്നത് തന്നെ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്ത സമയത്ത് ഇതുപോലെ ഉപയോഗിച്ച പാത്രത്തിൻ്റെ സൈഡിലെ ആ ഒരു കറുത്ത കളറുണ്ട സമയത്ത് ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെച്ചുകൂടെ ചങ്ങാതി എന്ന് ആരോ കമൻ്റ് ഇട്ടുണ്ടായിരുന്നു. അവരോട് പറയാനുള്ളൊരു കാര്യം, അല്ലെങ്കിൽ റീൽ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പാത്രമല്ല, റിയലായിട്ട് നമ്മൾ വീട്ടിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രമാണ്. നമ്മൾ റിയലായിട്ട് അടുക്കളയിൽ ഇങ്ങനെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾക്കൊക്കെ അല്പം കരിയും പുകയൊക്കെ ഉണ്ടാവും. ആ കരിയുടെയും പുകയുടെ ഒക്കെ സ്വാദ് അറിഞ്ഞു വളർന്ന ആളുകൾക്ക് ഈ കരിയൊന്നും ഒരു പ്രശ്നമേ അല്ല.